മലയാളികളുടെ പ്രിയ താരമാണ് ജയറാം. താരം ചെയ്ത ഓരോ കഥാപാത്രങ്ങളും ഇന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് തുടങ്ങിയ മറ്റു ഭാഷകളിലും താരം തന്റെ സാന്നിധ്യമറിയിക്കുകയും സജീവമാകുകയും ചെയ്തിട്ടുണ്ട്. അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ ആശകളായിരം മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തിരുന്നു. ജയറാം കാളിദാസ് ജയറാം കൂട്ടുകെട്ട് ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹിച്ച പ്രേക്ഷകർക്ക് ഒരു വിരുന്നു തന്നെയായിരുന്നു ചിത്രം സമ്മാനിച്ചത്. ഇപ്പോൾ ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ തനിക്ക് പഠിക്കാൻ കഴിയാതെ പോയ നീന്തലിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരം. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പഠിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. അപരൻ എന്ന സിനിമയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ സർ, എന്റെ അടുത്ത സിനിമയിൽ കടലിൽ നീന്താനുള്ളതാണ്, അതുകൊണ്ട് നീന്തൽ നന്നായി പഠിക്കണമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിൽ ദിവസവും വൈകുന്നേരം എല്ലാം റെഡിയാക്കി സാർ തന്നെ പൈസയും അടച്ച് അയക്കും. അവിടെ പോയി കഴുത്തുവരെ വെള്ളത്തിൽ കിടക്കും, തല മാത്രം പുറത്താക്കി. മുങ്ങിയാൽ ശ്വാസം മുട്ടും. അങ്ങനെ ഏകദേശം ഒരു 10-30 ദിവസം നിന്നു. എന്നിട്ടും നീന്തലൊന്നും ഞാൻ പഠിച്ചില്ല. വെറുതെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. 30 ദിവസം കഴിഞ്ഞപ്പോൾ സാർ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ തന്നെ സാർ പറഞ്ഞു, എന്നാൽ വാ നമുക്ക് കടലിലേക്ക് പോകാമെന്ന്. ആ സിനിമയിൽ കടലിൽ പോയിട്ട് 3-ാമത്തെ ദിവസം എന്റെ ഡെഡ് ബോഡി വരുന്നതാണ്. ഞാൻ വിചാരിച്ചു അതോടെ എന്റെ കാര്യം തീരുമാനമായെന്ന് ജയറാം പറയുന്നു. ഇതോടെ കാളിദാസ് ജയറാമിന്റെ വാക്കുകളും ശ്രദ്ധേയമായി. കഴിഞ്ഞ വർഷം ഞങ്ങൾ ദുബായിൽ പോയപ്പോൾ 4 ഫീറ്റ് ആഴമുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പ അതിൽ മുങ്ങിപ്പോയി. എന്നിട്ട് ചക്കിയാണ് രക്ഷിച്ചത്. അച്ഛനെ രക്ഷിക്കാൻ ചക്കി ചാടേണ്ടി വന്നു. കാളിദാസ് ജയറാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛനും മകനും പങ്കുവെച്ച ഈ രസകരമായ അനുഭവം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്.